എവരിവൺ, സുഖല്ലേ? അപ്പൊ ഇന്ന് അത്താഴത്തിന് മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കെറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ അബദ്ധങ്ങളിലാണ് ചെന്ന് വരാറ്. ഞാൻ വിചാരിച്ചു ഇനി മാഗിയും പാളും, പക്ഷെ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് കിട്ടിയിട്ടോ. കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളിന്നെങ്കിലും സാധനം സെറ്റ് ആയിട്ടോ. എന്നും നോമ്പ് തുറക്കുമ്പോ എണ്ണക്കടി കേട്ടോ കഴിക്കാൻ, എനിക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെ. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ എഗ് സാൻഡ്വിച്ച് ആട്ടോ ഇവിടെ ഉണ്ടാക്കണേ. അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഉള്ളി എടുത്തു. ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിക്ക് തക്കാളിയും പിന്നെ മല്ലിച്ചപ്പും വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കണ വരെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ മയോണൈസ് ആട്ടോ ഇടണേ. നിങ്ങൾക്ക് എന്ത് മയോണൈസ് വീട്ടിലുണ്ടാക്കണൊക്കെ ഇടാം. അപ്പം ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മയോണൈസാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് അതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ആട്ടോ ഇതിലേക്ക് ആഡ് ആക്കണേ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അപ്പോൾ അത്രത്തോളം ആഡ് ആക്കാം കേട്ടോ. എന്തിൻ്റെയൊക്കെ ഫ്ലേവർ വേണോ അതൊക്കെ ആഡ് ആക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി മിച്ചറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ മിച്ചർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് സനിക കേട്ടോ, പറയാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ വ്ലോഗിൽ. എന്നിട്ട് അതുകൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ചേർക്കണം കേട്ടോ. ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്ത എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബോയിൽഡ് എഗ്ഗിന് പകരം നിങ്ങൾക്ക് സ്വീറ്റ് കോണോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ സാലഡ് പോലെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റും കേട്ടോ അത്. പിന്നെ ഞാനത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്നും ഇങ്ങനെ നോമ്പിന് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടോ. കാരണം ഓഫീസ് കഴിയുമ്പോൾ 6 മണിയാവും. പിന്നെ ഓഫീസ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സൺഡേകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സൺഡേസിലൊക്കെ നോക്കാം കേട്ടോ. ഇന്ന് നോമ്പുകാർക്ക് എന്നത്തെയും പോലെ ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ മുന്തിരിയും പിന്നെ നാരങ്ങ വെള്ളവും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാൻഡ്വിച്ചും ആയിട്ട് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പറ്റണവരൊക്കെ. ഇപ്പോൾ ഇഡ്ഡലി തട്ടിലുള്ള സാൻഡ്വിച്ചൊക്കെയാണ് ഫേമസ് എങ്കിലും നമ്മൾ ഹോസ്റ്റലേഴ്സിനൊക്കെ അത് പറ്റില്ലല്ലോ, ഇഡ്ഡലി തട്ടൊന്നും കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.